ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു ഷാളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഷാളായിട്ടാണ് ഒരു ഡ്രസ്സ് തയ്ക്കാൻ പോകുന്നത്. പേഴ്സണലായിട്ടും അല്ലാതെയും കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. തയ്ക്കുന്നതിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ ഇടുക, പ്രത്യേകിച്ച് റീക്രിയേഷൻ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടുക എന്നുള്ളത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഷോളിൻ്റെ ലെങ്ത്ത് പൊതുവെ 2.25 മീറ്റർ ആണല്ലോ. ആ 2.25 മീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇങ്ങനെ നീർത്തിട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതെന്തിനാന്നുള്ളതൊക്കെ ഞാൻ വയ്യെ പറയാം. ഏകദേശം 2 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഷാളിനെ ഒന്ന് 4 മടക്കിയിടണം. ഈ ഷാള് അത്യാവശ്യം ഒതുക്കുള്ള ഒരു തുണിയാണ്, അതുകൊണ്ട് നല്ല വൃത്തിക്ക് കെടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 മടക്കി ഇട്ടിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. എല്ലാവർക്കും ഇതുപോലെ ആവണം എന്നില്ല. ഞാൻ എടുത്ത ഷാളിൻ്റെ വിഡ്ത്തിനനുസരിച്ചാണ് എനിക്ക് 14 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾ എടുക്കുന്ന ഓരോ ഷാളിനനുസരിച്ച്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. ഷോൾഡർ വന്നിട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ ഷോളിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിരിക്കും. എൻ്റെത് ഇവിടെ 14 ഇഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ 10 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. അത് നിങ്ങൾ കയ്യിലുള്ള ഷോളിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ആം ഹോളാണ്. ആം ഹോൾ ഞാനിവിടെ 12 ഇഞ്ചാണ് എടുക്കുന്നത്. പൊതുവേ എനിക്ക് ആം ഹോൾ 8 ഇഞ്ചാണ്. അതിലേക്ക് എക്സ്ട്രാ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് എന്തിനാന്നുള്ളത് ഞാൻ പയ്യെ പറയാം. ഇനി ഇതിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അല്ല ആം ഹോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒരു ചെരിവ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാനവിടെ ചോക്കേറ്റ് വരച്ചത് ഒന്നുകൂടെ ചെരിവ് കൂടിയിട്ടുണ്ട്. അതുപോലെയല്ല, ഞാൻ ആ കട്ട് ചെയ്യുന്ന അളവിലാണ് കട്ട് ചെയ്യേണ്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിച്ച് കാണുക. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കട്ടിങ് കണ്ടാലാണ് മനസ്സിലാവുക. ഇനി ഇതുപോലെ ഒന്ന് നിർത്തിയിട്ട് മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് രണ്ടും ജോയിൻ ആയി എടുക്കുകയാണല്ലോ. അപ്പം ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഒന്ന് മാറ്റി വെക്കാം. അത് മാറ്റി വെച്ചിട്ട് ബാക്ക് പാർട്ട് നമുക്ക് 2 മടക്കിയിടാം. ബാക്കിലൊരു ചെറിയ ഓപ്പണിങ് കൊടുക്കാനായിരുന്നു. സോറി, അത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. 5 ഇഞ്ച് ലെങ്ത്തിലും 1/2 ഇഞ്ച് വിഡ്ത്തിലുമാണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പീസും കൂടെ ആവശ്യമുണ്ട്. അതൊക്കെ എന്തിനാന്നുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതോടെ നമ്മൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അതിന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത് ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ ആം ഹോളൊക്കെ ഒന്ന് മടക്കി അടിക്കണം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കി അടിക്കാം. ആം ഹോൾ പൊതുവെ കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ റൗണ്ട് ആയിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ക്രോസ് പീസ് വെച്ച് അടിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്കിത് ഇവിടെ മടക്കി തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് 2 ആം ഹോളിൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതായത് നെക്കും ഷോൾഡറും വരുന്ന ഭാഗം. അവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെയാണ്. ആദ്യം ഒരു ചെറിയ മടക്ക്, എന്നിട്ട് ഒരു വലിയ മടക്ക്, ഏകദേശം ഒരു കയറ് കൊള്ളുന്ന രൂപത്തിൽ. വീഡിയോയിൽ കാണുന്ന അത്രയും വിഡ്ത്തിലാണ് നമ്മൾ സ്പേസ് വിട്ട് കൊടുക്കേണ്ടത്. 8 ഇഞ്ച് ആം ഹോളിൻ്റെ കൂടെ എക്സ്ട്രാ 4 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ആം ഹോൾ ആയാലും നെക്കിന്റെ ഈ ഭാഗം ആയാലും സ്റ്റിച്ച് ചെയ്യുന്നത്, മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് ഷാളിന്റെ ചീത്ത ഭാഗത്തേക്കായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് മാറിപ്പോകരുത്. ഓക്കെ, അപ്പം നമ്മളത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ 2 ആം ഹോളും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനും ശ്രദ്ധിക്കേണ്ടത് നല്ല ഭാഗത്തേക്കല്ല, ചീത്ത ഭാഗത്തേക്കാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ഭാഗം, അത് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഈ ചെറിയ പീസ് നമ്മൾ അതിന് വേണ്ടിയിട്ടായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ പീസ് ബാക്ക് പാർട്ടിന്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വീഡിയോയിൽ കാണും, വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ പിന്നു കുത്തി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാതെ നല്ല വൃത്തിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. ബിഗിനേഴ്സിന് ഈ ഭാഗം എന്നല്ല, എല്ലാ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ പിന്നു കുത്തി സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം നമ്മളത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് സൂചി അവിടെ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എങ്കിലും അവിടെ നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ, അതായത് ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ ഇവിടെയും ചെയ്ത് കൊടുക്കാം. ഒരു കയറ് കൊള്ളുന്ന രൂപത്തിൽ ഹോൾ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ചെറിയ മടക്ക്, എന്നിട്ട് വലിയൊരു മടക്ക്. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ ഒറ്റ സ്റ്റിച്ചാണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ 2 ഭാഗം ഉണ്ടാവും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ അവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തല്ലോ, അതുകൊണ്ട് 2 ആക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ എന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ ഇതാ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാളിൻ്റെ ചീത്ത ഭാഗത്തേക്ക് മറച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ 2 ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 കൂടെ ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം. അതായത് ആം ഹോൾ വിട്ടിട്ട് നോർമലി നമ്മൾ എല്ലാ ഡ്രസ്സും ചെയ്യുന്ന പോലെ തന്നെ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് 2 കൂടെ കൂട്ടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനില്ല. അപ്പോൾ ആം ഹോൾ തൊട്ട് താഴെ വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ 2 ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രസ്സ് ഒന്ന് വൃത്തിക്ക് നീർത്തി ഇട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരേ ലെങ്ത്തിനാണോ കിട്ടിയിട്ടുള്ളത് നോക്കുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. വൃത്തിക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 മടക്കായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ് ഞാനിവിടെ സ്പീഡാക്കി കൊടുക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാനത് സ്പീഡാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതോടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കയറാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ആ പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഐഡിയക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെറിയ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും കയറിടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏകദേശം അതിൻ്റെ സെൻറ്ററിലാക്കി വെച്ചിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ 2 ഭാഗത്തൊന്ന് ടക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ 2 ഭാഗവും ഒന്ന് കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കെട്ടിട്ട് എടുത്തിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ചുരുക്കുകൾ. ഇനി ബാക്കി വരുന്നിടത്ത് നമ്മൾ ബാക്ക് പാർട്ടത്തെ ഒരു ഭാഗം മാത്രമായിട്ട് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് പാർട്ടിൽ നമ്മളൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുവരെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഫുള്ളായിട്ടല്ല. എന്നിട്ട് ഇതൊരു 4.5 ഇഞ്ചിൽ ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ ഒന്ന് കെട്ടിട്ട് അടിച്ചെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ 2 സൈഡും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതോടെ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫുള്ള് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിടുന്നത് കാണിച്ചു തരാം. അതാ നമ്മളിങ്ങനെ ഓപ്പണിങ് കൊടുത്തവിടത്താണ് നമ്മൾ കെട്ട് വരുന്നത്, അവിടെയാണ് കെട്ടി കൊടുക്കേണ്ട കയറ് വരുന്നത്. ഇതാ ഇതുപോലെ. കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഞാൻ എന്തായാലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഷാൾ കൊണ്ടുള്ള ഈ ഔട്ട്ഫിറ്റിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഞാനിത് 2 രീതിക്ക് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബെൽറ്റ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്. ഇത് ഫുൾ ലെങ്ത് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും ഭംഗിയുണ്ടാവും ഇങ്ങനെ ബെൽറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്താൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.
ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.